ഞാൻ നിങ്ങൾക്കറിയോ സഹോദരന്മാരെ, മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ കാഫറും മുശ്രിക്കുമാക്കുന്നു എന്ന് ഞാൻ വെറുതെ പറയല്ലോ. കാഫറാക്കണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദുകൾക്ക് നിങ്ങൾക്കറിയോ മമ്പുറത്ത് പോവുക, ജാറത്തിങ്ങ പോവുക, കുത്തുബിയത്തി ഇല്ല. ഇപ്പൊ അതൊന്നും വേണ്ട. ഇപ്പൊ മുജാഹിദ് ലേറ്റസ്റ്റ് പറഞ്ഞത് എന്താണെന്നറിയോ? തല മൊട്ടയടിച്ചാൽ ആള് കാഫറാകുന്നാണ്. മായതല്ല, തല മുണ്ടനം ചെയ്താൽ ആള് കാഫിറാകും. അത് കുഫിരിയത്താണ്. അത് ജൂത നസാറാക്കലുടെ സ്വഭാവമാണ്, അഹ്ലു കിതാബികളുടെ സ്വഭാവമാണ്. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കെ വി അബ്ദുൽ ലത്തീഫ് തല മൊട്ടടിക്കൽ കുഫിരിയത്താ, അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. അപ്പൊ ഒരു മൊട്ടേറെ പ്രത്യക്ഷപ്പെട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാരാ? മുജാഹിദ് ബാലുശ്ശേരിയാണ്. നമ്മളെ നേരത്തെ പറഞ്ഞ കാഫിറാക്കുന്നതിൽ അതിവിദഗ്ധനായ മുജാഹിദ് ബാലുശ്ശേരിയാണ്. മൂപ്പര് നാട്ടിൽ നിന്നാണ് പോയാൽ ഗൾഫിലെത്തിയാ പിന്നെ കണ്ട തല മൊട്ടയടിച്ച് വരണ്ടി വളരെ ക്ലിയർ ആക്കി നല്ല സൂപ്പിക്കുട്ടിയായിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? മൂപ്പര താടി ഇങ്ങനെ നിലത്തേക്ക് ചാടാനേ മതിയായിരുന്നു, ഒരു ബന്ധമില്ലാത്തതുകൊണ്ട് അത്രക്ക് തല ചെറ്റി മിനുക്കി ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ആള് കാഫിറാന്നാ മറ്റേ ആള് പറഞ്ഞത്. ഞാൻ പറയല്ല, തല മൊട്ടടിക്കൽ കുഫിരിയത്താ, അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. കണ്ടോ? ഇനി വേറെ രണ്ട് മുട്ടകൾ. ഇതാരാണ്? മുജാഹിദിന്റെ സംസ്ഥാന നേതാക്കൾ പി കെ മൂസ മൗലവി പുളിക്കൽ, ഖുർആൻ പരിഭാഷകനായ മുഹമ്മദ് അമാനി മൗലവി. രണ്ട് മൗലവിമാരും തമ്മിൽ വയസ്സുകാലത്ത് സയാമി സിഗരറ്റുകൾ ഒട്ടിയതുപോലെ കൂട്ടിമുട്ടിയ രംഗാണ് നമ്മൾ കാണുന്നത്. പക്ഷെ സംഗതി എന്ത് പറഞ്ഞിട്ട് എന്താ, ആള് കാഫിറാന്നാണ് മറ്റേ നേതാവ് പറഞ്ഞത്. വെച്ചുകൊടുക്കേ, തല മൊട്ടടിക്കൽ കുഫിരിയത്താ, കണ്ടോ? അത് അഹ്ലു കിതാബിയുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. പറയുന്നതൊന്ന് വേറെ, തനി വൈരുദ്ധ്യം വിളമ്പുള്ളവര്. ഇവരുടെ പ്രത്യേകതയാണ്. സഹോദരന്മാരെ, എല്ലാം കൂടി പറയാൻ സമയമില്ല. സുന്നികളായ നമ്മെ കാഫറും മുശ്രിക്കുമാക്കി എവിടെ എത്തിയെന്നറിയപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാലുശ്ശേരി പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നു. അതിലെന്താ പറയുന്നത്? സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയാ, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം, കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ കുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടുപ്രാർത്ഥന. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്ക്. ബാലുശ്ശേരി പറയുന്നു, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. അത് കേട്ടെങ്കിൽ സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. എന്താ ഈ കുനൂത്ത് എപ്പോഴാ ഓതലെന്ന് വരെ ഈ മൊയന്തിന് അറിയില്ല. ചിന്തിച്ചു നോക്ക്. എന്താ ഞാൻ ഇയാളെ പറ്റി പറയുന്നത്? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്രേ. ഇതാ മുജാഹിദിന്റെ വിവരം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇയാൾക്ക് ഇത് എപ്പോഴാ ഓതേണ്ടത് എന്ന് വരെ അറിയുന്നില്ല. പറയട്ടെ, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. അപ്പൊ ഇത് പിന്നെ വലിയ പാതകമാണ്. ഏത്? ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, കുനൂത്ത് ഓതുന്നത്. അതേക്കും നല്ലത് വ്യഭിചരിക്കലാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഭാഷ്യം. ഇവർ എവിടേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവി മൈക്ക് കെട്ടി വിളിച്ചു പറയുകയാണിത്. എവിടെ എത്തി ഇവർ? ഇനി നിങ്ങൾക്കറിയോ, ഞാൻ വിശദീകരണം ചുരുക്കുന്നു. മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അഹ്ലുബൈത്ത്, അവിടുത്തെ കുടുംബ പരമ്പര അഹ്ലുബൈത്ത്, അതിനെ കൊച്ചാക്കുന്നു, പരിഹസിക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? പാണക്കാട് തങ്ങൾ, ഖലീൽ തങ്ങൾ എന്ന് പറഞ്ഞ അങ്ങനെയൊന്നും തങ്ങന്മാരില്ല. അങ്ങനെയുള്ള തങ്ങന്മാരൊന്നും, അവർക്കൊന്നും നബിയുമായിട്ട് ഒരു കുടുംബ ബന്ധവുമില്ല, ആദർശപരമായി ഒരു ബന്ധവുമില്ല. പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. അല്ലാതെ ഇവിടെ തങ്ങളുടെ കുടുംബം, ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, അങ്ങനൊന്നുമില്ല. അവരൊന്നും നബിയുടെ കുടുംബമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും അവർക്കില്ല. ആദർശം കൊണ്ട് തീരെയില്ല, വല്ല രക്തബന്ധവും കൊണ്ടാണ്. അപ്പൊ അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസമാണ് പറഞ്ഞത്. ഖലീൽ തങ്ങൾ, പാണക്കാട് തങ്ങൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നബി തങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, കുടുംബ ബന്ധമില്ല, ആദർശപരമായി തീരെയും ബന്ധമില്ല. എല്ലാ തങ്ങന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ബദവി തങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരോടും സാധാത്തുക്കളുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇത് മുജാഹിദിന്റെ വിശ്വാസമാണ്, മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല.
തങ്ങന്മാരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നു പിന്നെ തങ്ങളുണ്ട്. ആരൊക്കെ തങ്ങള്? ആ തങ്ങൾ അയാൾ പരിചയപ്പെടുത്തുന്നു. LK അഡ്വാനി ഒരു തങ്ങളാ, ലാൽ കൃഷ്ണ അഡ്വാനി, അശോക് സിംഗാള് വേറൊരു തങ്ങളാ, പിന്നെ ബാലേട്ടനും രാമേട്ടനും ജോസഫും ഓലൊക്കെയാണ് തങ്ങന്മാര്. കേട്ടോളൂ അയാൾ പറയുന്നത്. നബിയുടെ മക്കളാണ് നമുക്കൊക്കെ. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ഇവിടെയുള്ള ബാലനും ജോസഫും ഏലിയാമയും സാറാമയും കല്യാണിക്കുട്ടിയും ആയിഷക്കുട്ടിയും ലാൽകൃഷ്ണ അദ്വാനിയും വിനയകഥയാറും അശോക സിംഗാളും എല്ലാവരും ആദമിന്റെ മക്കളാണ്. എല്ലാവരും തങ്ങന്മാരാണ്. എല്ലാവരും തങ്ങളുടെ മക്കളാണ്. ഒക്കെ തങ്ങളുടെ മക്കളാണ്, ഒക്കെ തങ്ങന്മാരാണ്. ഇവരൊക്കെയാണ് തങ്ങന്മാര്. മുജാഹിദാണ് ഈ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചോളൂ സഹോദരന്മാരെ, വിശദീകരിക്കാൻ സമയമില്ല. ഇങ്ങനെ തങ്ങന്മാരെയും ഉലമാക്കളെയും ഒക്കെ ചീത്ത പറയുന്നു, അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നു, അവരെയൊക്കെ പരിഹസിക്കുന്നു. ഇത് നമ്മളെ എടുത്തു പറയുമ്പോ മുജാഹിദിന്റെ ചോദ്യം മറുപടി നമ്മളോട് എന്താ? ഹുസൈൻ സലഫി വളരെ നല്ല വാളിന്റെ ശൈലിയിൽ പറയുന്നു, നിങ്ങൾ ഈ പരിഹാസം നിർത്തൂ. ഹുസൈൻ സലഫിയുടെ ആ വാഴ്ന്ന് കേട്ടോളൂ. പരിഹാസം നിർത്തൂ. നല്ല വഴല. ഇത് പറയുന്ന മൂപ്പരന്നെ സുന്നികളെ പരിഹസിക്കുന്നു. അതാ രസം. ഇവർ നേരെ വൈരുദ്ധ്യമാകുന്നത് അതുകൊണ്ടാണ്. സുന്നികളെ പരിഹസിക്കുന്നു. ഹുസൈൻ സലഫി തന്നെ പരിഹസിക്കുന്നത് കേട്ടോളൂ. അയാൾ പരിഹസിക്കുന്നത് വെച്ചു കൊടുക്കും. സോളിഡാരിറ്റിനെ പരിഹസിക്കുകയാണ് മൂപ്പര്. പ്രസംഗത്തിന്റെ അടിയിലാണത്. സോളിഡാരിറ്റിയെ പരിഹസിക്കുക. പേരോടിനെ പരിഹസിക്കുക. പേരോട് ഉസ്താദിനെ പരിഹസിക്കുക. വയസ്സായ ഒരു സ്ത്രീയുടെ രൂപത്തിൽ കിടന്ന് ആ വയസ്സായ സ്ത്രീയെ പരിഹസിക്കുകയാണ്. കേട്ടോളൂ. കേട്ടില്ല നിങ്ങൾ? ഇങ്ങനെ ഇയാൾ പരിഹസിക്കൂന്ന് പരിഹാസം നിർത്തൂന്ന് പറയും, എന്നിട്ട് പരിഹസിക്കും ചെയ്യും. ഇനി ഞാൻ വേറൊന്ന് കേൾപ്പിച്ചു തരാം. ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്ത്? ചീത്ത പറയാൻ പാടില്ല, ചീത്ത പറയാൻ ഞങ്ങളുടെ ശൈലിയല്ല, ഞങ്ങളാരും ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല. ഹുസൈൻ സലഫി എന്നെ പറയുന്നു. വെച്ചെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവുന്ന ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല, അതിന് മുഅ്മിനിന്റെ നാവ് വെച്ചൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ മുഅ്മിനിന്റെ നാവിന് ചീത്ത വരൂല, അതുകൊണ്ട് ചീത്ത പറയാൻ പാടില്ല. അതേ മനുഷ്യൻ തന്നെ എന്നിട്ട് ചീത്ത പറയുന്നത് നോക്കുകൾ. നാദാപുരത്ത് വന്ന് പേരോട് സഖാഫിയെ ചീത്ത പറയുന്നു, കൊച്ചാക്കുന്നു. കേട്ടോളൂ നിങ്ങൾ. പേരോടായി നമ്മളെ അങ്ക്രു മാട്ടയത്തരത്തിന് കജ്ജിക്കാരും മുറച്ചാലയും ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഈ പെരുങ്കൾ വഞ്ചകൻ അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടുങ്ങനെ എന്നിട്ട് വിളിക്ക്. അങ്ങോട്ട് വാ, ലിഫ്റ്റിന്റെ കുടുക്കിടുങ്ങനെ എന്നിട്ട് വിളിക്ക്. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. കഴുതക്ക് അമേദ്യം കണ്ടാലും ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് വിളിച്ചത്. കഴുതക്ക് അമേദ്യം കണ്ടാലും ഇത്ര ഒരു എലി, ആ എലിയാ മൂപ്പര് വിളിച്ചത്. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരു തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരു തിരിയൊക്കെ അരത്തിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല. കേട്ടില്ലെങ്കിൽ അതാണ് അവരുടെ സ്വഭാവം. രണ്ടും അവരെന്നെ പറയുന്നത് ചീത്ത ഇങ്ങനെ പിടിപ്പിച്ചു. ഇനി ഇവരുടെ ചീത്തയുടെ ഒരു രാജനുണ്ട്. ചീത്ത പറയുന്ന ഒരു രാജാവായ ഒരാളുണ്ട്.
സക്കരിയ സലാഹി. അയാൾ പറഞ്ഞ ചീത്ത ഒന്ന് കേട്ടോളൂ. ഞങ്ങൾ ആരും ചീത്ത പറയലുണ്ടോ ഇല്ലേന്ന് നമുക്കതിന് കേൾക്കാം. സക്കരിയ സലാഹിയുടെ ചീത്ത ഒന്ന് വെച്ചുകൊടുക്കും. ഇവരൊക്കെ ഈ തൊട്ടല കൊണ്ടാണ് പോലെ ഖുർആൻ പറയാറുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. പറയട്ടെ. പൊട്ടന്മാരെ, പരമവിദ്ധികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പോയത്തക്കാരെ, നല്ല മട്ടുണ്ട്. പരമവിദ്ധികളെ, മൈക്കകളെ. അതാ നമുക്ക് തിരിയാത്തത്. മൈക്ക് എത്ര മോശമുള്ള സാധന. ഈ മൈക്കന്റെ ഉഷാരോടല്ലേ ഞാൻ ഇപ്പൊ മണിക്കൂർ എത്രയായി ഇവിടെ പറയാൻ തുടങ്ങിയിട്ട്. മൈക്ക് മോശമെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, മൈക്കക്കാരെ എന്ന് പറയാത്തത് നല്ല കാലം. കുതന്ത്രക്കാരെ, പരമവിദ്ധികളെ, പൊട്ടന്മാരെ, നുണ പറയുകയാണ്. ഉള്ളിപ്പുണ്ടോ? മടവൂരിത്തവന്മാര് ആസനത്തിൽ മുതലേ മടവൂരി ആസനത്തിൽ ഊതാത്തരെ. ആസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പൃഷ്ഠഭാഗം നമ്മൾ ഈ ദുബുറും അതിന്റെ ഹവാലയാണ് പറയാ. ഈ പരിസര ഭാഗത്ത് കൂടെ അതിനാണ് ആസനം എന്ന് പറയാ. എന്നിട്ട് മുജാഹിദ് പറയാ, മുജാഹിദ് ആഫീസിൽ നടക്കുന്ന പണി പറയാണ്. എന്ത്? മുജാഹിദിന്റെ ആഫീസിൽ ആസനത്തിൽ ഊതലാത്തരെ. പടച്ചോനെ എന്താ ഈ കേൾക്കല്? ഞാൻ പറയല്ലോ, അയാൾ മൈക്ക് കെട്ടി പറയല്ലേ. കേട്ടോളൂ. ആരൊക്കെ ഊതല്? എന്നിട്ട് ഉമർ സുല്ലമി നിൽക്കുക, ലത്തീം മൗലവി കരിമ്പിലാകലെത്തി പറയും ഊതുക. എന്താപ്പ നിൽക്കുക? എന്നിട്ട് കരിമ്പിലാക്കൽ ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും. ഓഹോ, അപ്പൊ ഇതൊരു പ്രോഗ്രാമാണ്. ആർക്ക് വിളിച്ചാലും എവിടേക്കും വരും. എന്തിന്? പരിപാടിയുടെ പേരെന്താ? ആസനത്തിൽ ഊതലാ പരിപാടി. ഉളുപ്പുണ്ടോ അതൊക്കെ മൈക്ക് കെട്ടി വിളിച്ചു പറയാൻ? എന്നിട്ട് ഇപ്പരാ പറഞ്ഞു ഞങ്ങൾ ആരെയും ചീത്ത പറയാറില്ല. പറയട്ടെ. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് ഊതുക എങ്ങനെ ഉണ്ടാവും? പറയട്ടെ. എന്താ സിദ്ധമീ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സിദ്ധമീ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഈ പഹരിന് കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ കാപട്യത്തിന്റെ ഉസ്താദ്മാര് അന്നൊന്നും മടവൂരി ഒരു തന്തയില്ലാത്തിട്ട് വാലാട്ടികളെ നിങ്ങൾ മുണിങ്ങിക്കോളി പൊട്ടന്മാരെ, മനുഷ്യ സമ്മാനിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. മാന്യനായതുകൊണ്ട് കൊടുത്തില്ല. അവിടുന്ന് കുറച്ച് മാന്യത നമുക്ക് വിൽക്കാൻ കിട്ടുകയാണെങ്കിൽ മേടിച്ചാണ്ടായിരുന്നു. ഇതാ മുജാഹിദിന്റെ സംസ്കാരം. കേട്ടില്ലോ നിങ്ങൾ? ഇതാണ് ഇവർ ചീത്ത പറയരുത് എന്ന് പറയാ, എന്നിട്ട് അവരുടെ ചീത്ത പറയും ചെയ്യാ. ഇതിങ്ങനെ എണ്ണി പറഞ്ഞാൽ എത്രയാണ് സുബഹിവരങ്ങളിൽ ഇരുത്തിരിക്കും എനിക്കറിയാം. ഞാൻ ഈ പറച്ചിൽ പറയും ചെയ്യും. നിങ്ങൾക്കറിയോ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവർ പറയുന്നത്? ഇവരുടെ നേതാവ്, സംസ്ഥാന നേതാവാണ് CP സലീം. അയാൾ പറയുന്നത് എന്താണെന്ന് അറിയോ? പുത്തൻ പ്രസ്ഥാനക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊച്ചാക്കുകയാണ്. നബിയെ ഇവർ കൊച്ചാക്കി ചിത്രീകരിക്കുന്നു. ആരാ പറയുന്നത്? CP സലീം. അയാൾ പറയുന്ന ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ മാർഗം വിട്ടിട്ട് പുത്തൻ വാദങ്ങളിലേക്ക് ഇന്ന് സമൂഹം വ്യാപകമായിരിക്കുകയാണ്. സമൂഹം മഹാന്മാരെ അനാദരിക്കുകയാണ്. മഹാന്മാരെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏതുവരെ എന്നറിയാമോ? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി ജീവിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി മരിച്ചു. മരണ സന്ദർഭത്തിൽ പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി. ആ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. അപമാനിക്കുകയാണ് പുത്തൻവാദികൾ. കേട്ടില്ലേ? അപ്പൊ പുത്തൻവാദികളൊക്കെ നബിയെ അപമാനിക്കുകയാണ്. എന്നാ ഇനി നബിയെ അപമാനിക്കുന്ന പുത്തൻവാദി ആരാണ്? നമുക്ക് നോക്കാലോ. മുജാഹിദിന്റെ നേതാവ് അക്ബർ മൗലവി പറയുന്നത് കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അയാൾ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു അറബി പയ്യനാകുന്നു. മഅദല്ലാഹ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ അറബി പയ്യനാണത്രേ ആരംഭ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ
കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമീ. ലോകത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും നേതാവാണ്. ജീവനുള്ള വസ്തുക്കൾ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, മനുഷ്യരാവട്ടെ, എല്ലാവരുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിം ലോകം റസൂലിനെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പുത്തൻവാദികൾ റസൂലിനെ അപമാനപ്പെടുത്തുന്നു എന്നാണ് മുജാഹിദ് പറഞ്ഞത്. ഇപ്പൊ അപമാനപ്പെടുത്തുന്നവരാരാ? മുജാഹിദ് നേതാവ് അക്ബർ മൗലവി തന്നെ. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്ന സന്ദർഭത്തിൽ അസാധാരണ വ്യക്തിത്വമുള്ളവരാണ്. വളർന്നു വലുതാകുന്നത് അസാധാരണ സംഭവമുള്ളവരായിട്ടാണ്. നുബുവത്ത് എത്തുന്നതിന് മുമ്പും റസൂലുള്ളാഹി തങ്ങൾക്ക് ഒട്ടേറെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് കല്ലുകൾ സലാം പറയുന്നു. എപ്പോ? ഖബല അൻ ഉബ്അസ, ഞാൻ നബിയായി നിയുക്തനാകുന്നതിന്റെ മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിനോട് കല്ലുകൾ സലാം പറയുന്നു. വൽ വഹിഷു വൽ അശ്ജാറു ഖസ്സജദത് ലഹു വഅലൈഹി ഖസ്സന്നംന ബഅദ തശഹുദി. ആരംഭ റസൂലുള്ളാഹി തങ്ങളോട് കല്ലുകൾ, മരങ്ങൾ, മൃഗങ്ങൾ വരെ സലാം പറയുന്നു. മൃഗങ്ങൾ നാക്കാലികളാണ്. അവർക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരനല്ല, സാധാരണക്കാരനാണ്. നാക്കാലികൾക്ക് വരെ അതറിയാം. പക്ഷേ ഈ ഇരുകാലിക്ക് അതറിയുന്നില്ല. അയാള് പറയുന്നത് സാധാരണ അറബി പയ്യനാണ്. വേറൊരു മൗലവിന്റെ, മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ KV അബ്ദുൽ ലത്തീഫ് മൗലവി, അയാൾ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? അയാൾ പറയുന്നത്, സംഗതി അറിഞ്ഞാൽ റസൂലിനെ കുറിച്ച് നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയില്ല. പിന്നെ ദജ്ജാലിനോട് ഇങ്ങനെ ഉപമപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൈലി കേട്ടോളൂ. അയാൾ പറയുന്നത്, ഞാൻ പറയുന്നില്ല, അയാൾ എന്നെ പറയട്ടെ. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും? ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തീർച്ചയായി അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്ക് നോക്കിയിട്ട് ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായില്ല. ആ ദജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവ ഉണ്ടായത് പറയാറില്ല. ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. ശരി തന്നെ, ഉള്ളിൽ മാത്രമല്ല, ചില ആൾക്കാർ പറയാറുമുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ആരംഭ റസൂലിനെ കുറിച്ചാണ് ഈ മൗലവി പറയുന്നത്. ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദ് നേതാവ് സുഹൈർ ചുങ്കത്തറ, അയാൾ പറയുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, അതുപോലെ മൂസാ നബിയെ കുറിച്ചൊക്കെ പറയുന്നത് എന്താ? മൂസാ നബിയെ കുറിച്ച് പറയുന്നു മൂസാക്കയാണ്, മൂസാ നബിയല്ല. നോക്കണം നിങ്ങൾ. ഇവര് പുത്തൻവാദികൾ നബിയെ അപമാനിക്കുന്നു എന്നാ വലിയ നേതാവ് പറഞ്ഞത്. ആരാ അപമാനിക്കുന്നത്? കേട്ടോളൂ. മൂസാ നബിയെ കുറിച്ച് ഇയാൾ തന്നെ പറയുന്നു, സുഹൈർ ചുങ്കത്തറ. അതായത് കലിമത്തു ഷഹാദത്തിന് ശേഷം 4 കെട്ടലാണോ നിർബന്ധം, അതല്ല നിസ്കരിക്കലാണോ നിർബന്ധം എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള മൗലവിയാണ് അയാള്. അത്രക്ക് 4 കെട്ടൽ നിർബന്ധമാണ് എന്നുള്ള വാശി പിടിക്കണ മൗലവി, ഈയിടെ കുപ്രസിദ്ധനായ മൗലവിയാണ്. അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബിയല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസ സാഹിബ്, മൂസാക്ക, മൂസ സാഹിബ് നബിയല്ല, മൂസാ നബിയാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾക്കറിയണോ, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറയുന്നത് മയമാക്കാൻ. സുബ്ഹാനല്ലാഹ്. പറയട്ടെ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക. ഉണ്ടോ? മയമാക്ക. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടാണല്ലോ പുത്തൻവാദികൾ നബിയെ അപമാനപ്പെടുത്തുന്നു. നേതാവ് പറയാം, അപമാനപ്പെടുത്തുന്ന ആളുകൾ ആരാ? മുജാഹിദിന്റെ നേതാക്കൾ തന്നെ. ഇതാണ് വൈരുദ്ധ്യം. കഴിഞ്ഞില്ല സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തെ കുറിച്ച് മൗലവിമാര് പറയുന്നത് കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് അത് റബീഉൽ അവ്വൽ മാസത്തിലല്ല, റമദാൻ മാസത്തിലാകുന്നു. അതല്ലേ രസം, പുതിയ വിവരാണ്. ഇതിൽ ആർക്കാ തർക്കമുള്ളത്? നമ്മോട് ചോദിക്കുന്നത് കേട്ടോളൂ. അയാൾ പറയട്ടെ.
ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. മുജാഹിദ് പാളയത്തിൽ നിന്ന് തന്നെ മറുപടി പറയുന്നു. വെച്ചു കൊടുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. കേട്ടില്ലെങ്കിൽ 12 തിങ്കളാഴ്ചയാണ്. മറ്റേയാൾ പറയാ റബീഉൽ അവ്വൽ അല്ല, റമദാനിലാണ്. ഇതിൽ ആർക്കാ അഭിപ്രായം? അല്ലേ അല്ലേ അല്ലേ? ആർക്കാണ് അതിന് എതിരഭിപ്രായം? ഇയാൾ പറയാ അല്ല, റബീഉൽ അവ്വൽ 12-നാണ്. മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. തകരാർ എന്താന്ന് ചോദിച്ചാൽ ആഫീസിൽ നിന്ന് കിട്ടിയ ഷീറ്റിലുള്ള തകരാറാണത്. ഒരു മാസത്തിൽ കിട്ടിയ ഷീറ്റല്ല 2-ാം മാസത്തിൽ കിട്ടിയത്. അതിലുള്ളത് ഇങ്ങനെയാണ്, ആദ്യത്തെ മാസത്തിൽ കിട്ടിയ ഷീറ്റിലുള്ളത് റമദാനിലാണെന്നുമാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. സഹോദരന്മാരെ, മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. കഴിഞ്ഞില്ല. ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരതിയാൽ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണമെന്ന് ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്താ അയാൾ തന്നെ പറയട്ടെ, ഉശിരോടെ അയാൾ വെല്ലുവിളിക്കുന്നു. കേട്ടോളൂ. മദ്ഹ് പറയാനല്ല അള്ളാഹ് പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങളൊന്നും ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ഭയങ്കര ഗൗരവത്തിൽ ആധികാരികമായിട്ട് ഏത് പാടത്തുനിന്നാ വരുന്നത്, എന്നിട്ടാണ് ഈ ആധികാരികത പറയുന്നത്. കരിങ്കല്ല് കോറിന്നാ വരുന്നത്, എന്നിട്ടുള്ള ആധികാരികതയാണത്. ഒരില്ല, വെറുതെ വെറുതെ എവിടെയുമില്ല. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. മുജാഹിദിന്റെ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം പറയുന്നതോ മദ്ഹ് പറയൽ നമ്മളെ വിഷയമേ അല്ല. അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ വരെ റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞില്ലേ, അതിന് പ്രശ്നമില്ല. കേട്ടോളൂ, അയാൾ പറയട്ടെ. മദ്ഹ് പറച്ചില് മദ്ഹിനുള്ള തെളിവുകൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പ്രശംസിച്ചത്, സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചത്, അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. മദ്ഹ് തർക്കവിഷയമല്ല. ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ എത്രയോ തവണ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്തു, അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു. പക്ഷെ അതൊന്നും മൗലിദാവുകയില്ല, അത് തർക്കമേ ഇല്ല. മറ്റേയാൾ പറഞ്ഞതോ മദ്ഹ് പറയാൻ ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല, വെറുതെ പറയാൻ വെറുതെ 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 വെറുതെ, അതിലൊക്കെ സംശയമില്ല. മുജാഹിദുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹുവിൽ നിന്നുള്ളതല്ല ഗ്രന്ഥമാവുകയാണെങ്കിൽ, ആശയമാവുകയാണെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, നിരവധി വൈരുദ്ധ്യം കാണുമെന്ന് ഖുർആൻ പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് തന്നെ ഇവരീ പറഞ്ഞത്. ഇനി നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ ഇവർ എതിർക്കുന്നു. ഏതാ സലാത്ത്? ഒരു സലാത്തും ചെല്ലാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുന്നത്, സുഹൈർ ചുങ്കത്തറ പറയുന്നു. എന്താ പറയുന്നത്? സാധാരണക്കാർക്ക് വരെ അറിയുന്ന ഒരു സലാത്തുണ്ട്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെല്ലാവർക്കും അറിയുന്ന സലാത്ത. ഈ സലാത്ത് വരെ ചൊല്ലാൻ പാടില്ല. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ്. ഇത് റസൂല് പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. കേട്ടോളൂ അയാൾ പറയുന്നത്. ോട് പ്രാർത്ഥിക്കുന്ന കോലായത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇതെന്താ കൂത്ത? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇല്ല. ഇതാര വക? മുസ്ലിയാക്കന്മാരെ വക. ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ? ഇല്ല. എവിടെയില്ല. മൂപ്പരന്റെ ചോദ്യവും മൂപ്പരന്റെ ഉത്തരവും പറയാ. സഹാബത്തുണ്ടോ? ഇല്ല. മറ്റവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഖുർആൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല. താബികൾ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാടില്ല എന്നാ മുജാഹിദ് മൗലവി പറയുന്നത്. സഹോദരന്മാരെ, ഇസ്ലാം ദീനിനെ കുറിച്ച് അവർക്കറിയണ്ടേ? എത്രയാണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലിയ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ വരിയിൽ തന്നെ കാണാം, അലൈകാ സലാത്തുല്ലാഹി സുമ്മാ സലാമുഹു മദദ്ദഹിരി മാഗന്നൽ ഹമാമു ബിറൗളതി. റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് പദ്യമായി ചെല്ലുന്നു എല്ലാ സഹാബികളും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ, എത്ര സഹാബികൾ 100 എണ്ണം പറയാൻ കഴിയും. എന്നിട്ട് മൗലവി പറയുന്നു സഹാബത്ത് ചെയ്തോ? ഇല്ല.
താബി ചെയ്തോ ഇല്ല. അത് ചെയ്തോ ഇല്ലേന്ന് അറിയണമെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പരതണം. എന്നാ പാടാൻ പറഞ്ഞിട്ടുണ്ടോ? പാടാൻ പറ്റൂല. റസൂലുള്ളാഹി തങ്ങൾ തന്നെ അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ വഗ്ഫിറിൽ അൻസാറ വൽ മുഹാജിറ എന്ന പേരിൽ റസൂലുള്ളാഹി തങ്ങൾ തന്നെ പദ്യം ആലപിച്ചത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്നിട്ട് ഇയാൾ ചോദിക്കുക, പദ്യം ചെല്ലാൻ പറ്റുമോ? പ്രാർത്ഥന പദ്യമായി ഉരുവിടാൻ പറ്റുമോ? അത് ഹദീസിലില്ല, റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പച്ച നുണയാണ് പറയുന്നത്. മൗലവിമാർ തന്നെ നിങ്ങൾക്കറിയോ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുക. ഇയാൾ പറഞ്ഞതോ സലാത്ത് പാട്ട് പാടാൻ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ആ മൗലവി ചൊല്ലിക്കുന്ന പാട്ടൊന്ന് വെച്ചുകൊടുത്ത. നിങ്ങൾക്ക് ആർക്കും പാട്ട് ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നു. ഇഷ്ടമാണില്ലേ? എല്ലാവർക്കും ഇഷ്ടം? ഇന്നാലും ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. കുടിച്ചോളി, എല്ലാവരും പാടുവോ? ഞാൻ മാത്രം പാടിയ പോലെ നിങ്ങളൊക്കെ ഒപ്പം പാടണം. റെഡിയാണോ? എല്ലാവരും പാടുവോ? പറ്റിക്കോ? പറ്റിക്കൂലൊക്കെ ഞാൻ പാടാൻ പോവാണ് കേട്ടോ. എല്ലാവരും ഒപ്പം പാടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് റസൂല് പാട്ടായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ ഇവര് പറയട്ടെ, റസൂല് പാടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇയാൾ ചോദിച്ചത് എന്താ? റസൂല് പാടാൻ പറഞ്ഞിട്ടുണ്ടോ? സഹാബത്ത് പാടാൻ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞ മൗലവിമാർ തന്നെ പാട്ടായിട്ട് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നു. നോക്കുങ്ങൾ, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത് നിങ്ങൾക്കറിയോ? ഇത് സാധാരണ സ്വലാത്ത്. ഇനി നമ്മൾ ചെല്ലുന്ന നാരിയത്ത് സ്വലാത്തുണ്ട്. ആ നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ പാടില്ല മുജാഹിദ് പറയുന്നു. എന്താ കാരണം? അത് ഹദീസിൽ വന്നിട്ടില്ല. സക്കരിയ സാർ പറയുന്നത് കേട്ടോളൂ. നാരിയ സലാത്ത് അതൊക്കെ അല്ല തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സലാത്തിനെ സംബന്ധിച്ച് സലാത്ത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. റസൂല് കാണിച്ചു തന്ന സ്വലാത്തല്ലാതെ ഒന്നും ചെല്ലാൻ പാടില്ല. നമ്മൾ ചെല്ലുന്ന സലാത്ത് ഹദീസിന്റെ കിതാബിൽ ഉണ്ടാവണം എന്നാ മൗലവി പറയുന്നത്. ഇയാളിത് പറഞ്ഞപ്പോ സുന്നി പ്രസംഗകന്മാർ ഇതിനെ ചോദ്യം ചെയ്തു. ചാലിയത്ത് ഞാനും അയാളുമായി 4 തവണ ഖണ്ഡന പ്രസംഗം നടത്തിയപ്പോ ഞാൻ മുജാഹിദ് മൗലവിമാര് ചൊല്ലുന്ന സ്വലാത്തുകൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഏത് സ്വലാത്തിന്റെ ഗ്രന്ഥത്തിലാ ഉള്ളത്? ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? കാണിച്ചു തരണം. മുജാഹിദിന്റെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവി ചൊല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. കണ്ടോ, ഇത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? കാണിച്ചു തരണം അടുത്ത പ്രസംഗത്തിൽ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ല. സി പി അബ്ദുള്ള കോയ മദനി സംസ്ഥാന പ്രസിഡന്റാണ്. അയാൾ ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലുണ്ട്? ഞങ്ങൾ ചോദിച്ചു, മറുപടി ഉണ്ടായില്ല. നിങ്ങൾ കേട്ടോളൂ. ഇനി സക്കരിയ സലാഹി തന്നെ ചെല്ലുന്ന സ്വലാത്ത് കേട്ടോളൂ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സ്വലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? ഞങ്ങളവിടെ ചോദിക്കാൻ തുടങ്ങിയപ്പോ ഇയാൾ പൊറുതി മുട്ടി. ഒരു പ്രാവശ്യം അയാൾ മുങ്ങി, മറുപടി പറഞ്ഞില്ല, വിട്ടില്ല. പിന്നെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പൊ അവസാനം വെച്ചിട്ട് അദ്ദേഹം ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞിരുന്ന വാദം മാറ്റുന്നു. അത് പ്രശ്നമില്ല, സ്വലാത്ത് ഏത് ഭാഷയിലും ചൊല്ലാം, ഏത് രൂപത്തിലുമാവാം. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി അവിടെ വെച്ച് കുമ്പസരിക്കുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റുമില്ല ഇതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ
അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്, ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ വസ്തുതയ്ക്ക് നിരക്കാത്ത പരാമർശങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രശംസിക്കുമ്പോൾ അതിരുവിട്ട പ്രശംസകൾ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അതിലെ തത്വം. കണ്ടോ? അപ്പോൾ കുഴപ്പമില്ല, ഏത് ഭാഷയിലുമാവാം. അതായത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ കിതാബിലുള്ളത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് നേതാവാണ് ഈ പറയുന്നത്. അയാള് വാദം മാറ്റുന്നു. ഞങ്ങളെ വക പറഞ്ഞാൽ അയാൾ വാദം മാറ്റിയതാണ്. എന്താ വാദം മാറ്റാൻ കാരണം? അത് അയാൾ തന്നെ പറഞ്ഞത് കേൾക്കാം. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റി. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നതാണത്. നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ? ഇങ്ങനെ എത്ര രംഗങ്ങൾ. ഇനി നിങ്ങൾക്കറിയോ, മുജാഹിദുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് എഴുതിയ വിചിന്തനം, അതിലെന്താ പറയുന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടിക്ക് ഒരു പ്രത്യേകതയുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി സഹാബികൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നുവല്ലോ. മുജാഹിദിന്റെ വിചിന്തനം 2008 മാർച്ച് 21 ഇറങ്ങിയ വിചിന്തനത്തിൽ അവർ പറയുന്നു, അതായത് റസൂലുള്ളാഹിന്റെ മുടിക്ക് ഒരു പ്രത്യേകതയില്ല, ഉണ്ടായിരുന്നെങ്കിൽ സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ. മുജാഹിദിന്റെ പത്രത്തിലാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചു. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമിലുമുള്ള ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ചാലിയത്ത് വെച്ച് മുജാഹിദ് നേതാവ് സക്കരിയ സലാഹിയുമായി ഏറ്റുമുട്ടിയപ്പോൾ സഹോദരന്മാരെ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞു, അത് ഞങ്ങളുടെ കയ്യിൽ പറ്റിയ അബദ്ധമാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നെങ്കിൽ അത് സഹാബത്ത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്ന് വിചിന്തനത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മുടി വീതിച്ചെടുത്തതും അതുപോലെ മുടി സൂക്ഷിച്ചൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ചു. യഥാർത്ഥത്തിൽ വിചിന്തനത്തിൽ സംഭവിച്ച ഒരു അബദ്ധമാണത്. ഞങ്ങൾ സമ്മതിക്കുന്നു, സൂക്ഷ്മത കുറവാണത്. ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടവരുമായി പറഞ്ഞ് അത് തിരുത്തുക തന്നെ ചെയ്യും, യാതൊരു സംശയവും. കണ്ടോ, ആ സുന്നികളുടെ പ്രബോധന പ്രവർത്തനം കൊണ്ട് മുജാഹിദ് മൗലവി അത് തിരുത്താൻ തയ്യാറായി. ഞങ്ങളെ കയ്യിൽ പറ്റിയ അബദ്ധമാണ്, ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഓരോന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തിരുത്തിക്കും. കാരണം മുജാഹിദ് പ്രസ്ഥാനം അതിനു മാത്രം വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. അവർക്ക് ഈ സത്യം കൂടുതൽ കാലം മറച്ചുവെക്കാൻ കഴിയുകയില്ല. സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഈ സത്യവും ഗർഭവും കുറെ കാലം മറച്ചേക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അത് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ മുടിക്ക് ഷറഫുണ്ട്, മഹത്വമുണ്ട് എന്ന് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നിരവധി ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ നമ്മുടെ സ്വലാത്തു മജ്ലിസുകൾ അല്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്തു മജ്ലിസുകൾ കേരളത്തിൽ ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. മലപ്പുറത്തെ മുട്ടിപ്പടിയിൽ നടക്കുന്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത്, അതിനെ മുജാഹിദുകൾ വിമർശിക്കുകയാണ്. വിമർശിച്ച് തങ്ങളെ കൊച്ചാക്കുന്നു. ഇരിക്കട്ടെ, എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? അവിടെ പണം പിരിക്കുന്നുണ്ട്. പണം പിരിക്കുന്നത് കൊണ്ടാണത്രേ അത് വലിയ മോശമാകുന്നത്. മുട്ടിപ്പടി സ്വലാത്തിൽ 62 ക്യാഷ് കൗണ്ടറിൽ കൊണ്ടായിരുന്നു കഴിഞ്ഞ സ്വലാത്തിന് പണം പിരിച്ചിരുന്നത്. പച്ച നുണ പറയാ. മുജാഹിദ് ബാലുശ്ശേരിയുടെ സ്ഥിരം നുണകളിൽപ്പെട്ട നുണ നിങ്ങൾ കേട്ടോളൂ, അയാൾ പറയട്ടെ, വെച്ചുകൊടുക്ക്. ചങ്ങാതിമാരെ, ഇവർ ഈ ആളുകൾ, ഈ വയൽ പറയുന്നവർ നിങ്ങളോട് പണം ചോദിച്ചിട്ടില്ല. നിങ്ങളാവട്ടെ അവരെ കല്ലെറിഞ്ഞു, നിങ്ങളാവട്ടെ കൂക്ക് വിളിച്ചു, നിങ്ങളാവട്ടെ അവരെ ബഹിഷ്കരിച്ചു, നിങ്ങളാവട്ടെ അവരെ തല്ലി ഓടിച്ചു, നിങ്ങളാവട്ടെ അവരുടെ മയ്യത്ത് പള്ളിക്കാട്ട് കെട്ടിയില്ല. എന്നാൽ നിങ്ങളുടെ കൂടെ എല്ലാറ്റിന്റെ പേരിലും നിങ്ങളോട് 500 രൂപ വാങ്ങി, 1000 വാങ്ങി, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് പിടിച്ചു. ഇല്ല. നീ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നാഥാ, ഈ ജനത അത് സ്വീകരിച്ചില്ല. അതേ, പ്രവാചകന്മാർ സത്യം പറഞ്ഞപ്പോ ആ നാട്ടിൽ ഒരു ഈമാനുള്ള മനുഷ്യൻ പറഞ്ഞു, ചെങ്ങായിമാരെ, ഇവർ നിങ്ങളോടൊന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രസ്ഫുടമാനമില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റിക്കൊണ്ടത്. ചാക്കിൽ കെട്ടിയിട്ട്
അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാം. എന്താ 62 ക്യാഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. അയാൾ പോയി നോക്കിയ പോലെ അവിടെ പോകുന്ന സ്ഥിരമായി പോകുന്ന ആളുകളല്ലേ സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള എത്രയോ ആളുകൾ. ഈ പച്ച നുണ അയാൾ പറയാ. എന്നിട്ട് 1000ന്റെ നോട്ടുകൾ ചാക്കിൽ കെട്ടിയിട്ടേ കൊണ്ടുപോയിരുന്നത്. പടച്ചോനെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കുപ്രസിദ്ധമായ നുണയാണ്. നുണക്കുള്ള ഗീബൽസിയൻ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഇയാൾക്ക് കൊടുക്കണം. ആ ജാതി നുണയാണ് ഇപ്പൊ ഇയാൾ ഈ പറഞ്ഞിട്ടുള്ളത്. വെറുതല്ല ലോകത്തിന്റെ പല ഭാഗത്തും ഭൂകമ്പം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ ജാതി നുണയാണ് പറയുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം എന്താ? ഞങ്ങളാരും പിരിക്കുന്നില്ല, ഞങ്ങൾ കാശ് ചോദിക്കുന്നില്ല, ഞങ്ങൾ പൈസ പിരിക്കുന്നില്ല, ഞങ്ങൾ വളരെ നല്ലവരാകുന്നു. ആരാ പറഞ്ഞത്? മുജാഹിദിന്റെ ബാലുശ്ശേരി. എന്നാ നിങ്ങൾക്കറിയണോ, മുജാഹിദ് മൗലവിമാർ തന്നെ, ഹുസൈൻ സലഫി തന്നെ അയാൾ പ്രസംഗിക്കുമ്പോ പിരിവ് നടത്തുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം, കേട്ടോളൂ. ബാലുശ്ശേരിയുടെ പ്രസംഗം അതുകൂടി വെച്ചു കൊടുക്ക്. ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുമുടിക്കുന്നു. അതവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാത്തതാണ് നമ്മുടെ ദഅവത്ത്. ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞതാ, ആ പ്രവാചകന്മാർ വയലേറിഞ്ഞിട്ട് നിങ്ങളോട് പൈസ വാങ്ങണില്ലല്ലോ. യാസീൻ പറയാ, സൂറത്ത് യാസീൻ 20-21. അതിലൊരു മനുഷ്യൻ പറയാം, ചങ്ങായിമാരെ, ഈ പ്രാസംഗികന്മാർ നിങ്ങളോട് പൈസ പിരിക്കാത്തവരാണ്, പൈസ വാങ്ങാത്തവരാണ്. ഈ പ്രാസംഗികന്മാർ നിങ്ങളോട് പൈസ പിരിക്കാത്തവരാണ്, പൈസ വാങ്ങാത്തവരാണ്. ഈ പ്രാസംഗികന്മാർ നിങ്ങളോട് പൈസ പിരിക്കാത്തവരാണ്, പൈസ വാങ്ങാത്തവരാണ്. നിങ്ങൾ അവരെ പിന്തുടർന്നോളൂ. അതാ. അപ്പൊ നമ്മൾ ആ പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ മുജാഹിദുകൾ പൈസ വാങ്ങാത്തവരാണ്, പൈസ പിരിക്കാത്തവരാണ്. ഓല് പിന്നെ കാറ്റ് മാത്രം മുണങ്ങുന്ന ആളുകളാണ്. ഏതാവട്ടെ, കേട്ടോളൂ. എന്നാ മുജാഹിദ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന സ്റ്റേജിൽ ആ പ്രസംഗം, നമ്മളൊക്കെ പ്രസംഗം കുറച്ച് കഴിഞ്ഞിട്ടാ പിരിവ് തുടങ്ങുക. അത് പ്രസംഗിക്കുമ്പോ തന്നെ പിരിവാ. കേട്ടോളൂ, നിങ്ങൾ കണ്ടോളൂ. أعوذ بالله من الشيطان الرجيم. ബക്കറ്റ് പിരിവ് കണ്ടില്ലേ? أزلفت الجنة للمتقين غير بعيد. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ അതാ ആള് പറയുമ്പോ തന്നെ പിരിവ. ഇനി 62 ക്യാഷ് കൗണ്ടറിൽ പിരിച്ചിരുന്നു, മുട്ടിപ്പടി സലാത്ത്, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ബാലുശ്ശേരി, മുജാഹിദ് ബാലുശ്ശേരിക്കാരൻ, അയാൾ അതേ പ്രസംഗത്തിൽ പറയുന്ന ഒരു പിരിവ് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയുന്നു, സ്ത്രീകളോട് പറയാണ്, ഇത് ക്ലാസ് അല്ലേ എന്ന് കരുതിയിട്ട് കാശുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പൊ സാധാരണ ക്ലാസ് കൊണ്ടുവരലുണ്ട്, പിടുങ്ങലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അയാൾ പറയുന്നു, അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ടതില്ല. നിങ്ങളെ കാതിലുള്ള ആഭരണം, സ്വർണ്ണാഭരണം, കയ്യിലുള്ള മോതിരം, അതുപോലെ അരയിലുള്ള അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്. അതൊക്കെ നിങ്ങൾ ബക്കറ്റിൽ നിക്ഷേപിച്ചോളൂ. നോക്കിങ്ങള്. അപ്പൊ അവർക്ക് പിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. മുട്ടിപ്പടി സ്വലാത്തിൽ ആരെങ്കിലും സംഭാവന കൊടുത്താൽ ബിദ്അത്ത്, അനാചാരം. ഇവര് പിരിച്ചാൽ അത് തൗഹീദ്. നോക്കണം നിങ്ങൾ. അയാൾ പറയട്ടെ, കേട്ടോളൂ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റിന്റെ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. നമ്മളാരും അങ്ങനെ പറയാറില്ല. ഉണ്ടോ? മുട്ടിപ്പടി സ്ഥലത്ത് നിങ്ങൾ സ്വർണം തന്നാ സ്വർഗം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവരത്രക്ക് വരെ വാഗ്ദത്തം കൊടുക്കുകയാണ്. എന്ത്? ആഭരണം, സ്വർണം തന്നാ സ്വർഗം തരാം. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇവരാണ് നമ്മളെ പരിഹസിക്കുന്നത്. നോക്കണം നിങ്ങൾ. ഇതാ ഞാൻ പറയുന്നത്, ഒരു കഥയുമില്ലാത്ത ആളുകളാണ് ഇവർ. എത്രത്തോളം. എന്നിട്ട് അയാൾ പറയുന്നു, ഇനി വലിയ സംഖ്യ തരാൻ കരുതുന്ന ആളുകൾ എന്റെ വിലാസം സ്വീകരിച്ച് ഞാനുമായി ഫോണിൽ ബന്ധപ്പെട്ട് എന്റെ പേരിൽ അയച്ചു തരണം. നോക്കുങ്ങൾ. അയാളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുന്നത് നോക്കണം. അയാൾ പറയട്ടെ, കേട്ടോളൂ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കേട്ടില്ലേ? അപ്പൊ എന്റെ നമ്പർ വാങ്ങിയിട്ട് അത് വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അയച്ചു തരിക. ഇവരന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പൈസ പിരിക്കുന്നില്ല. ഇവർക്കിത് പറയാൻ അർഹത ഉണ്ടോ?
മുട്ടിപ്പടി സലാത്തോ മറ്റ് സലാത്ത് മജ്ലിസിലോ ആരെങ്കിലും എന്തെങ്കിലും 10 റുപ്യ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അതിനെ പരിഹസിക്കുന്നു ഈ പിരിവ് നടത്തുന്ന കക്ഷികൾ. സഹോദരന്മാരെ, ഇവരെ വിശ്വാസം മുഴുവനും ഇങ്ങനെയാണ്. ആരംഭ റസൂലുള്ളാഹിയെ കൊച്ചാക്കുന്നു, അവിടുത്തെ സ്വലാത്ത് ചെല്ലുന്നതിനെ നിരാകരിക്കുന്നു. എന്തിന്? ഇവര് തന്നെ ഇക്കാലം എത്രയും പറഞ്ഞിരുന്ന ഒരു തൗഹീദ് ഉണ്ട്. നിങ്ങൾക്കറിയോ ആ തൗഹീദ് ഇന്ന് എവിടെ എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശദീകരിക്കുന്നില്ല. ആ തൗഹീദിന്റെ കഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനം തൗഹീദാണല്ലോ. ആ തൗഹീദിനെ പറ്റി മുജാഹിദുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹോദരന്മാരെ, തൗഹീദിൽ ഗുരുതരമായ അട്ടിമറിയാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് അവർ പറഞ്ഞിരുന്നത് എന്താണ്? അഭൗതിക മാർഗത്തിൽ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ്. ഇപ്പൊ പറയുന്നു ജിന്നിന് കഴിയും, പിശാചിന് കഴിയും, അവരോടൊക്കെ സഹായം ചോദിക്കാം. മുജാഹിദുകൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മുജാഹിദിന്റെ പ്രസിദ്ധീകരണം എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുജാഹിദിന്റെ പഴയകാല തൗഹീദ് സിഹിർ ഫലിക്കുകയില്ല എന്നാണ്. സിഹിർ ഫലിക്കൂല, സിഹിർ എന്ന് പറഞ്ഞ സംഗതി തന്നെ ഇല്ല എന്നാ. പഴയ കാലത്ത് സിഹിറിൽ വിശ്വാസമില്ലാത്തവരാ മുജാഹിദുകൾ. മുജാഹിദിന്റെ പഴയകാല തൗഹീദ് അലി മദനി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അൽമനാർ വായിച്ചുകൊണ്ട് അയാൾ പറയുന്നു സിഹിർ ഫലിക്കുകയില്ല. കേൾക്കട്ടെ. കേരള മുജാഹിദീൻ അതിൽ വെച്ചുപോന്നിട്ടുള്ള പുലർത്തിപ്പോന്നിട്ടുള്ള വിശ്വാസം എന്തായിരുന്നു? 982 നവംബർ മാസത്തെ അൽമനാറാണിത്. ഇതിൽ സിഹിർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ മൂസ വാണിമേലിന്റെ ലേഖനമുണ്ട്. മൂസ വാണിമേൽ അപ്പുറത്തുള്ള ഒരു മാന്യനായ പണ്ഡിതനാണ്. അദ്ദേഹം സിഹിറിനെ കുറിച്ച് അൽമനാറിൽ വിശദീകരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം നടത്തപ്പെടുകയും കെട്ടുകഥകളിലൂടെ ഭീകരത സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് തന്നെ ആളുകൾ ഭയത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന കേവല മിഥ്യയാണ് വാസ്തവത്തിൽ സിഹിർ. സ്വന്തമായ ഒരു സത്തയോ നിലനിൽപ്പോ പ്രതിഫലനമോ അത് ഉൾക്കൊള്ളുന്നില്ല. അത് നിങ്ങൾ സിഹിറിനെ കുറിച്ച് മിഥ്യയാണത്. സ്വന്തമായ ഒരു നിലനിൽപ്പോ പ്രതിഫലനമോ അതിനില്ല. മിഥ്യയാണ്. സിഹിറിന് നിലനിൽപ്പില്ല. പഴയകാല തൗഹീദ. മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പിന്റെ നേതാവ് സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, സിഹിർ ഫലിക്കൂല. അയാൾ പറയുന്നത് കേട്ടോളൂ, പഴയ തൗഹീദ പറയുന്നത്. സിഹിർ ഫലിക്കൂല. ഫലിക്കുമെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടെ എന്നാ കാണാലോ. അയാൾ വെല്ലുവിളിക്കുകയാണ്. പറയട്ടെ അയാള്. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യുന്നതിനാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്കത്രീന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? കനപ്പരി പറയണ അങ്ങനെയാണ്. യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിതിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി. മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹിറം ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറച്ച ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാൽ അവർ ഇസ്രായേലിനെതിരെ സിഹിറം ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. കണ്ടോ, പഴയ തൗഹീദാണത്. സിഹിർ ഫലിക്കോ എന്നുള്ള ചർച്ച പോലും ചെയ്യരുത്. എന്നാൽ ഇതേ സക്കരിയ സലാഹി പുതിയ തൗഹീദ് അനുസരിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അതുപോലെ സിഹിർ ഫലിക്കും. സക്കരിയ സലാഹി പറയട്ടെ, കേട്ടോളൂ. പുതിയ തൗഹീദാണ്. അപ്പൊ സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരാണ്. മാത്രല്ല സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഹിപ്നോട്ടിസം. കേട്ടില്ലേ? അപ്പൊ സിഹിർ ഫലിക്കും എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും പുലർത്തിപ്പോന്നത്. തൗഹീദ് മാറുകയാണ്, തൗഹീദ് പെട്ടെന്ന് മാറുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, സിഹിർ ഫലിക്കൂല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പൊട്ടത്തരമാകുന്നു. ആൾ പറയുന്നത് കേട്ടോളൂ. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകളും CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്താലുണ്ടായ ചില ആശയങ്ങൾ. സിഹിർ ഫലിക്കൂല,
തഫ്സീർ ഫലിക്കും എന്ന് വിചാരിച്ചാൽ ഖദാ ഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം. കണ്ടോ, സർവ്വ മൗലവിമാരുടെ അവസ്ഥ അതാണ്. അവർ മുമ്പ് പറഞ്ഞ തൗഹീദൊക്കെ പൊട്ടത്തരാണ് എന്നാണ്. ഈ 4 ദിവസം കഴിയുമ്പോൾ പിന്നെയും തൗഹീദ് മാറും, അതും പൊട്ടത്തരാവും. അങ്ങനെ ഇപ്പൊ പറയുന്നത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ്. ഇനി നിങ്ങൾക്കറിയോ മുജാഹിദുകളെ തൗഹീദിലെ വൈരുദ്ധ്യം? കണ്ണേറിനെ കുറിച്ച് പഴയ തൗഹീദ് എന്താ? കണ്ണേറ് ഫലിക്കുകയില്ല എന്നാണ്. അലിമദനി പറയൂർ പറയുന്നത് കേട്ടോളൂ. കണ്ണേറ് ഫലിക്കൂല. അയാൾ പറയട്ടെ. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. കണ്ണേറ് ഫലിക്കുകയില്ല എന്നതാണ് വസ്തുത. കണ്ണേറ് ഫലിക്കൂല, ഇതാണ് പഴയ തൗഹീദ്. എന്നാ പുതിയ തൗഹീദിൽ നിങ്ങൾക്കറിയാമോ? ശംസുദ്ദീൻ മൗലവി പാലത്ത് എന്ന് പറയുന്ന നേതാവ് പറയുന്നു കണ്ണേറ് ഫലിക്കും, അത് സത്യമാണ്. പുതിയ തൗഹീദ് വെച്ചുകൊടുക്ക്. തങ്ങളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻശരിക്കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണേറ് പഴയ തൗഹീദോ? പഴയ തൗഹീദ് പറയുന്നത് കണ്ണേറ് ഫലിക്കൂല. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. സൈനബാന്റെ ഒരു കുമ്പളങ്ങയുടെ കഥയും പറഞ്ഞുകൊണ്ട് അയാൾ ആ വിഷയം അവതരിപ്പിക്കുന്നത് കേട്ടോളൂ. സക്കരിയ സലാഹി പറയട്ടെ. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയൊക്കെ അതിലെങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവാന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമൂട്ടിയൊക്കെ വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി. അമൂട്ടിയൊക്കെ അതിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ചെറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കണ്ടോ? അപ്പൊ കണ്ണേറ് ഫലിക്കൂല. പഴയ തൗഹീദ. പുതിയ തൗഹീദിലോ കണ്ണേറ് ഫലിക്കും. തൗഹീദിലാണ് മുജാഹിദിൽ ഈ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നത് എന്ന് ഓർക്കണം. ഇനി നിങ്ങൾക്കറിയോ പഴയ തൗഹീദ് എന്താ? അബ്ദുസ്സലാം സുല്ലമി പറയുന്നു അദൃശ്യമറിയുക എന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവർക്ക് ആർക്കും അദൃശ്യമറിയില്ല, ഗൈബ് അറിയില്ല. സലാം സുല്ലമി പറയുന്ന പഴയ തൗഹീദ് കേട്ടോളൂ. തൗഹീദിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയാം നിങ്ങൾ? മറഞ്ഞ കാര്യം പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അല്ല പറഞ്ഞ സൂറത്ത് നഹ്ല് 65. അല്ല പറയാം, ആകാശത്തുള്ളവരാവട്ടെ, മലക്ക് വെട്ടി ജിന്ന് വെട്ട് ഒക്കെ പെട്ട് മുസ്ലിം ജിന്ന് പെട്ട് ഭൂമിയിലുള്ളവരാവട്ടെ, രവിമാര് പെട്ട് തങ്ങന്മാര് പെട്ട് ജ്യോത്സ്യന്മാര് പെട്ട് സായിബാബ പെട്ട് അമ്മ പെട്ട് സിദ്ധന്മാരെല്ലാം പെട്ട് ആർക്കും അറിഞ്ഞ കാര്യമില്ല. ഇല്ലല്ല അള്ളാഹ്ക്കല്ലാതെ. അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ. വേറെ ആർക്കും അദൃശ്യം അറിയില്ല. ജിന്നിനറിയില്ല, മലക്കിനറിയില്ല, നബിക്കറിയില്ല, ആർക്കും അറിയില്ല. മുജാഹിദിന്റെ പഴയ തൗഹീദാണ്, മുസ്ലിമീങ്ങളെ തൗഹീദ് അല്ല. സഹോദരന്മാരെ, എന്നാൽ ആ പഴയ തൗഹീദിനെ അട്ടിമറിച്ചുകൊണ്ട് മുജാഹിദ് പുതിയ തൗഹീദ് നിർമ്മിക്കുന്നത് കേട്ടോളൂ. ജിന്നുകൾക്ക് അദൃശ്യമറിയും പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ തൗഹീദാണ്. അടുത്ത് വിവാഹം കഴിഞ്ഞ് 2 ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ ഓരോ കാര്യത്തിൽ സംസാരിച്ചപ്പോ നമ്മൾ വേർത്തോരോട് ചോദിച്ചു, നിങ്ങൾ ആരത്തേലും പോയിന്നോന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസക്കാരെന്നല്ല, പക്ഷെ ഇവിടെ ഉമ്മാന്റെ ഉമ്മണ്ട് വല്യമ്മ, ഒരു പഴയ ആൾക്കാരല്ലേ, ഒരു പോയിന്നു എന്നാണ്. രണ്ടേ പോയിട്ട് പറഞ്ഞു എന്നാണ്. ചെന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞു, നിങ്ങൾ അവളെ പേര് പറഞ്ഞത് ഓളെ കാര്യത്തിൽ നിങ്ങൾ വന്നത് നേരാകാൻ ബുദ്ധിമുട്ടാണ്. ഇളയത്തിയാളാണ് തന്നെയാണ് എന്റെ എല്ലാ പ്രശ്നവും. ഇളയത്തിയാളാണ്, ഓലാണ് എന്റെ എല്ലാ പ്രശ്നം. ഓലത് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടിയിട്ട് ഒരു സമാധാനമാവുള്ളൂ. ഓല അതിന് വേണ്ടിയിട്ട് എല്ലാ പഠിക്കും. ആ കുട്ടിയുടെ പേരിങ്ങനെ പറയണേ ഇയാള്, അവളുടെ ഇളയത്തിയുടെ പേരിങ്ങനെ പറയാണ്. അപ്പൊ പറയുമ്പോൾ അവർ വിചാരിക്കുക വിശ്വസിക്കാതെക്കാൻ പറ്റുമോ? എങ്ങനെ പോയി നടക്കണേ? നമ്മോട് പറഞ്ഞപ്പോൾ എന്താ പറയാ, അതെന്താ അന്ധവിശ്വാസം? ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു അയലോക്കത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇപ്പോൾ ഇത് പറയാൻ കഴിയുള്ളൂ? പറഞ്ഞ കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ അല്ലേ, വിവരം കിട്ടിയാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. വിവരം അറിയിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ ജിന്നുകളാണെന്നാണ്.
ഈ അദൃശ്യം അറിയിച്ചു കൊടുക്കുന്നത് ജിന്നുകളാണ്. അപ്പൊ ഈ ജിന്നുകൾക്ക് ഈ വിവരം അറിയിക്കാൻ കഴിയുന്നു. അദൃശ്യം അല്ലാഹു അല്ലാത്തവർക്ക് അറിയുന്നു, ജിന്നുകൾക്ക് അറിയുന്നു. നോക്കണം നിങ്ങൾ, മുജാഹിദുകളുടെ ഈ വിശ്വാസം അനുസരിച്ച്, നേരത്തെയുള്ള വിശ്വാസം അനുസരിച്ച് ജീവിച്ചു പോയിട്ടുള്ള ആളുകൾ, അവരെ തൗഹീദ് ശരിയല്ല. പുതിയ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് തൗഹീദ് ഉള്ളത് എന്ന് പറയുമ്പോ, കഴിഞ്ഞ 85 വർഷക്കാലം ജീവിച്ച മുജാഹിദുകൾ, മരിച്ചുപോയ മുജാഹിദുകൾ, തൗഹീദിന്റെ അവസ്ഥ എന്താണ് നാം ചിന്തിക്കണം. മുജാഹിദുകൾ ചിന്തിക്കണം. ഇപ്പൊ മുജാഹിദ് പറയുന്നത് ജിന്നുകൾക്ക് അദൃശ്യം അറിയും. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നേരത്തെ പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയും. ജിന്നുകൾക്ക് അറിയുന്ന മുജാഹിദ് സമ്മതിച്ചോ? ഈ ജിന്നുകളെക്കാളും വലിയ മഹാത്മാക്കളാണ് റസൂലുള്ളാഹി തങ്ങൾ, മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഗൗസുൽ ആലം ശൈഖ് ജീലാനി. അവർക്ക് ഏതായാലും അറിയുമെന്ന കാര്യം ഉറപ്പി. ഞാനിപ്പോൾ അതിന്റെ തെളിവിലേക്ക് കടക്കുന്നില്ല. ഇനി നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ പറയുന്നു പഴയകാലത്ത് അഭൗതികമായ രൂപത്തിൽ അള്ളാഹുവിനല്ലാതെ സഹായിക്കാൻ കഴിയില്ല, അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നതാണ് മുജാഹിദിന്റെ പഴയകാല തൗഹീദ്. എന്നാൽ ഇപ്പോഴോ, ഇപ്പോഴത്തെ മുജാഹിദിന്റെ തൗഹീദ് ജിന്നുകൾക്ക്, ജിന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല, അഭൗതികമായിട്ടുള്ള സൃഷ്ടികളാണ്. ജിന്നുകൾ മനുഷ്യരെ സഹായിക്കും. മുജാഹിദിന്റെ പഴയകാല തൗഹീദല്ല, പുതിയ തൗഹീദ് അവർ പറയുന്നു. പഴയകാല തൗഹീദ് കുഞ്ഞീദ് മദനി പുറത്തിറക്കിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുതിയ തൗഹീദ് പറയുന്നതോ, അവർ പറയുന്നു ജിന്ന് മനുഷ്യനെ സഹായിക്കും. കേട്ടോളൂ, ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന മൗലവി പ്രസംഗിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചോളൂ. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന, ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികളുണ്ട്. കണ്ടോ, വാഹന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജിന്നുകൾ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്ന ജിന്നുകൾ സഹായിക്കും. മുജാഹിദിന്റെ പുതിയ തൗഹീദാണ്. നിങ്ങൾ ചിന്തിക്കും, ജിന്നുകൾ സഹായിക്കും. മുജാഹിദിന്റെ പുതിയ തൗഹീദ് പറയുന്നു. പഴയ തൗഹീദോ, ജിന്നുകളോട് സഹായം ചോദിക്കുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഇപ്പോഴത്തെ തൗഹീദോ, ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. ഷംസുദ്ദീൻ പാലത്ത് ഇത് പറയുമ്പോ സക്കരിയ സലാഹി പറയുന്നു, എടാ ഷംസു, ജിന്നുകൾക്ക് മാത്രല്ലടാ ശൈത്താന്മാർക്കും സഹായിക്കാൻ കഴിയും. ഓരോരുത്തർ ആളുകൾക്കല്ലേ ഓരോന്ന് തിരിക. അവര് പറയട്ടെ, കേട്ടോളൂ നിങ്ങൾ. മുജാഹിദിന്റെ നേതാവ് സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. പിശാച്, ശൈത്താൻ നമ്മളെ സഹായിക്കും. ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിയുന്ന പറഞ്ഞത്. ചില്ലറ വിഷയം കേട്ടോളൂ. നിങ്ങൾ കണ്ടില്ലേ, ഈ ചിർക്കൻ കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ SMT വാങ്ങിച്ചവർക്ക് അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആരെയും പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാളികൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു. കണ്ടോ, പിശാച് അവന്റെ ആളുകളെ സഹായിക്കും. അരമണിക്കൂർ കൊണ്ട് ജർമ്മനിയിൽ നിന്നും മരുന്ന് ഇവരെ കൊണ്ടുവരാൻ പിശാചിന് കഴിയുന്ന മൂപ്പര തൗഹീദ്. ഇത് കേട്ടപ്പോ ഇയാളുടെ ഗുരുനാഥനുണ്ട് അബ്ദുസലാം സുല്ലമി, മൂപ്പര് പഴയ തൗഹീദിസ്റ്റ് തന്നെയാണ്. മൂപ്പര് പറയുന്നത് എന്താണ്? എന്നാ വേണ്ട, ജർമ്മനിയിൽ നിന്ന് നിങ്ങൾ മരുന്ന് കൊണ്ടുവരണ്ട, എന്റെ റൂമിലുണ്ട് എന്റെ ഒരു ഷെഡ്, ആ ഷെഡ് ഒന്ന് പുറത്തേക്ക് നിങ്ങൾ ഈ ജിന്നിനെ ഉപയോഗിച്ച് കൊണ്ടുവരുവോ എന്നാ മൂപ്പര വെല്ലുവിളി. കേട്ടോളൂ, അബ്ദുസലാം സുല്ലമി വെല്ലുവിളിക്കുന്നത്.
എന്റെ റൂമിൽ ഒരു ഷെഡ് എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചു പിശാചിനെ കുടിച്ചിട്ട് മൂപ്പറ തൗഹീദ് ഷെഡിയിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടുകയാണ്. നോക്കണം നിങ്ങൾ, ഇതാ മുജാഹിദിന്റെ തൗഹീദ് എവിടെ എത്തി നോക്കണം. അപ്പൊ ജിന്നുകൾ സഹായിക്കും, പിശാച് സഹായിക്കും, അവരെ സഹായം തേടാമെന്ന് എവിടെ പറഞ്ഞു? പഴയകാല തൗഹീദ് അങ്ങനെ തേടിയ ആള് മുശ്രിക്ക് കാഫിർ. ഇപ്പോഴത്തെ തൗഹീദോ ഇത് മുജാഹിദിന്റെ ഇസ്ലാഹ് മാസിക. ഇതിൽ പറയുന്നത് എന്താണ്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമായ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതോ തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. പുതിയ തൗഹീദ. പഴയ തൗഹീദ് എന്താ? ജിന്നുകളെ വിളിച്ചിങ്ങനെ തേടിയാൽ അത് ശിർക്കാകുന്നു. പുതിയ തൗഹീദ് അങ്ങനെ വിളിച്ച് തേടിയാൽ ശിർക്കല്ല. ഇനി കണ്ടോ, ഇയാൾ വീണ്ടും എഴുതുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, അതാരൊക്കെ? മനുഷ്യൻ, മലക്ക്, ജിന്ന്, ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് കരുതി നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല, അത് ശിർക്കല്ല. പഴയകാലത്ത് ഇങ്ങനെ തേടിയാൽ അത് ശിർക്ക്, തേടിയവൻ മുശ്രിക്ക്, കാഫിർ. 2007 ആയപ്പോഴേക്ക് മുജാഹിദുകൾ തൗഹീദിൽ മാറ്റം വരുത്തി. ജിന്നിനെ വിളിച്ച് തേടാം, അതുപോലെ പിശാചിനെ വിളിച്ച് തേടാം, അത് തൗഹീദിന് വിരുദ്ധല്ല, ശിർക്കല്ല എന്ന് മുജാഹിദുകളുടെ തൗഹീദിൽ വരെ അട്ടിമറി നടത്തുകയും വൈരുദ്ധ്യം വിളമ്പുകയും ചെയ്തിട്ടുള്ള വർഗമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം എത്രയും പറഞ്ഞിരുന്ന തൗഹീദ്, ജിന്നിനെ വിളിച്ച് തേടിയവൻ കാഫിറാണ്, മുശ്രിക്കാണെന്ന് പറഞ്ഞ തൗഹീദ്, ആ തൗഹീദ് അനുസരിച്ച് ജീവിച്ചു മരിച്ചുപോയവരുടെ സ്ഥിതി എന്താണ്? ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദുകൾ ചിന്തിക്കാറുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സഹോദരന്മാരെ, മുജാഹിദുകൾ പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഇതിന് പറയുന്ന കാര്യം പഴയ കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്ത്? നമ്മുടെ വല്യമാരും വയസ്സായ സ്ത്രീകളൊക്കെ പറഞ്ഞിരുന്നു, മനുഷ്യ ശരീരത്തിൽ ജിന്നുകൾ ഹാജറാകും, ജിന്നു കൂടും. അന്ന് മുജാഹിദുകൾ നമ്മളെ പരിഹസിച്ചു, അത് അന്ധവിശ്വാസമാണ്, അങ്ങനൊന്നും ഉണ്ടാവൂല. എന്നാ ഇപ്പൊ മുജാഹിദ് പറയുന്നത് എന്താണ്? മുജാഹിദുകൾ പറയുന്നു മനുഷ്യരിൽ ജിന്ന് ഹാജറാകും. ശംസുദ്ദീൻ മൗലവി പാലത്ത് പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, അയാൾ പറയട്ടെ. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാജറാവലാണ്. ഹാജറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനോട് വരും, എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ജിന്ന് ഹാജറാകും. പഴയകാല തൗഹീദ് എന്താ? ജിന്ന് ഹാജറാകാൻ എന്ന പരിപാടി ഇല്ലേ? ഇല്ല. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടാ. എന്നിട്ട് ശൈത്താൻ കൂടാന്നാ പറയാ. എന്നിട്ട് ശൈത്താൻ അടക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്ക, ശൈത്താൻ ഇളകണതും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്ത? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്ത? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സെലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സെലഫി പ്രസ്ഥാനം ചെന്നോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. കണ്ടോ, ശൈത്താൻ കൂടലില്ല. പഴയ തൗഹീദ, ശൈത്താൻ മനുഷ്യ ശരീരത്തിൽ കൂടൂല, ഹാളിറാകൂല. ഇപ്പൊ പറഞ്ഞത് എന്താ? ശംസുദ്ദീൻ മൗലവി പാലത്ത് ഇപ്പോൾ പുതിയ തൗഹീദ് പറയുന്നത് എന്താണ്? ജിന്നുകൾ ഹാളിറാകും, എന്നിട്ട് നമ്മളല്ലാത്ത വേറെ എന്തൊക്കെയോ ആയി മറിയും. ചില മുജാഹിദ് മൗലവിമാരുടെ പ്രസംഗം കേൾക്കുമ്പോ നമുക്കും തോന്നുന്നുണ്ട് അവർക്ക് ജിന്ന് ഹാളിറാകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ചില മൗലവിമാര് നമ്മുടെ മുമ്പിൽ ജിന്ന് ഹാളിറായി കാട്ടുന്ന കോലം നിങ്ങളൊന്ന് കാണും. ഇത് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിയാണ്. അയാൾക്ക് ജിന്ന് ഹാളിറാകുന്നത് ഒരു പ്രത്യേക കോലത്തിലാണ്. പറയട്ടെ, വെച്ചു കൊടുക്കുന്ന മുജാഹിദാണ്. അവർ ചില ആൾക്കാർ വലിയ മുജാഹിദല്ലേ, മൂപ്പര് വേണ്ടില് വെള്ളടിച്ചല്ലോ, വെള്ളടിച്ചു തരാം മുജാഹിദായിട്ട്. ആജാദി തൗഹീദാണ് പോലെ വെള്ളടിക്കുക. മുജാഹിദിന്റെ തൗഹീദിന്റെ കോലാണത്.
إذا صعد الخطيب على المنبر لا تكلم من أحدكم ومن تكلم فقد لغى. അങ്ങയിൽ അവറാനാജിന്റെ പോത്ത് വരമ്പട മാതിരിയാണ് അയാൾ വരമ്പട്. നോക്കി നിങ്ങള്, അത് അങ്ങനത്തെ ഒരു ജിന്നാണ് മൂപ്പരിലേക്ക് കൂടിയിട്ടുള്ളത്. അവര് കയറുന്ന ജിന്നിന്റെ കോലം പോലെ ഇരിക്കുമ്പോഴേ ഒച്ചപ്പാട്. ഇനി വേറൊരു ജിന്ന് വരുന്നത് കേട്ടോളൂ. മറ്റോ വന്നിട്ട് ചൂടുള്ള ചായ ഒഴിക്കണ ജിന്നാണ് മൂപ്പറ കരി കൂടിയിട്ടുള്ളത്. വേറൊരു ജിന്ന് വരുന്നത് എടാ ആളങ്ങനെ കാണുമ്പോ ചിലര് ആ ജാതി ഒരു മുണ്ടാൻ പറ്റാത്ത ജിന്നാണ് അതിൽ കൂടിയിട്ടുള്ളത്. ഈ ജാതി എവിടെ നിർത്തേണ്ടി ഒരു പിടുത്തം ഉണ്ടാവില്ല. വലാനാ കണ്ടോ, ആകെ പിടുത്തം വിട്ട ജിന്നാണ് അവിടെ ഉള്ളത്. ഇതെവിടെ നിർത്തേണ്ടതെന്ന് വരെ അറിയാത്ത ജാതി ജിന്ന്. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മൗലവിമാർക്ക് ജിന്ന് കൂടുന്ന അവസ്ഥ. അപ്പൊ ജിന്ന് ആദരാകുന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ് തോന്നിപ്പോവുക. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല സിദ്ധാന്തം എന്നാ, ഇങ്ങനെ ജിന്നുബാധ ഉണ്ടാവൂല. CP ഉമർ സുല്ലമി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അയാൾ പറയട്ടെ. അന്ധവിശ്വാസം മനുഷ്യൻ എവിടേക്കാണ് എത്തിക്കുന്നത്? ഇതിനെല്ലാം വിശദമായി വിമർശിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രവാദത്തെയും ഈ ജിന്നുബാധ ഇറക്കുന്നതിനെയും ശൈത്താബാധ ഇറക്കുന്നതിനെയും എതിർത്ത് സംസാരിച്ചതിനാണ് ക്ഷത്രിയ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ. പക്ഷേ ഇപ്പോൾ അത്തരം ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽപ്പെട്ട മൗലവിമാർ തന്നെ ജിന്നുബാധ ഇറക്കാനും ശൈത്താബാധ ഇറക്കാനും പോകാൻ തുടങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നമ്മുടെ തൗഹീദ് പോകുന്നത്, എവിടേക്കാണ് ഈ പ്രസ്ഥാനം പോകുന്നത് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കേട്ടില്ല നിങ്ങൾ? അപ്പൊ പഴയകാല വിശ്വാസമല്ല, മുജാഹിദുകളുടെ വിശ്വാസമല്ല ജിന്നുബാധ, ഇത് അന്ധവിശ്വാസമാകുന്നു. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് നേതാക്കൾ പറയുന്നത്, രണ്ടു വിഭാഗം മുജാഹിദുകളും പറയുന്നത്, മുജാഹിദിന്റെ മൗലവി ഗ്രൂപ്പിന്റെ ആളുകൾ മടവൂർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നത് ശിർക്കും കുഫറുമുള്ള വിശ്വാസമാണ് അവർക്കുള്ളത് എന്നാണ് മുജാഹിദിന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. സക്കരിയ സലാഹി പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പറഞ്ഞതിന് ശേഷം അയാൾ പറയുന്നു, ഇങ്ങനെയുള്ള കുഫറും ശിർക്കുമായിട്ടുള്ള വാദങ്ങളാണ് ഇവർ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടോളൂ അയാൾ പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം ജനങ്ങൾ മനസ്സിലാക്കി. അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇപ്പൊ ജിന്ന് കാസറ്റ് ഇറക്കിയിട്ട് കേന്നമുകാർ ചുരുക്കിലേക്ക് എന്താ തെളിവ്? സുല്ലമിന്റെ തൊള്ള കണ്ടോ, തൊള്ള, വേറെ തെളിവില്ല. അപ്പൊ അപ്പുറത്തുള്ളവർ ശിർക്കും കുഫറുമാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് മൗലവി ഗ്രൂപ്പിന്റെ നേതാവാണ് സക്കരിയ സലാഹി. അയാൾ പറയുന്നു ഇത് ശിർക്കും കുഫറുമാണ് ഇവരേക്കുള്ളത്. എന്നാൽ മടവൂർ ഗ്രൂപ്പിന്റെ പക്ഷത്തിൽ നിന്നുള്ള അലിമദനി മുറയൂർ പറയുന്നതോ ശിർക്കും കുഫറുമാണ് അപ്പുറത്തുള്ള സക്കരിയ സലാഹിയും കൂട്ടരും പ്രചരിപ്പിക്കുന്നത്. അലിമദനി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. പ്രമാണങ്ങളെ മുഴുവനും തള്ളിയിട്ട് മുശ്രിക്കും കാഫറുമാക്കുന്ന പരിപാടിയാണ്. പഠിച്ചുകൊടുക്ക്. ഞങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ശിർക്കൻ വിശ്വാസങ്ങളെ തടുത്തു നിർത്താൻ ഈ ദുരാരോപണങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. നിങ്ങൾ ഇന്നും ആ ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് കൃത്യമായി തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഷഹാദത്ത് ചെല്ലാനടുത്ത് ചൊല്ലി വരണം. ശിർക്ക് പറ്റിയിട്ട് മാത്രമല്ല, ശിർക്ക് ചെയ്തിട്ടില്ല, ഷഹാദത്ത് കലിമ ചൊല്ലി വരണം. നിങ്ങൾ നോക്കണം. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദാണ്. രണ്ട് ഗ്രൂപ്പിലുമുള്ള തൗഹീദിനെ കുറിച്ചാണ് അവർ ഈ പറയുന്നത്. ഇപ്പുറത്തുള്ള നിങ്ങൾക്ക് ശിർക്കും കുഫറും പറ്റിയെന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ളവർ പറയുന്നു നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി വരണം. നോക്കൂ നിങ്ങൾ, ഇവർക്ക് പ്രമാണങ്ങളെ കുറിച്ച് അറിയില്ല. പ്രമാണങ്ങളെ കൈയൊഴിച്ചുകൊണ്ട് മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിച്ച ദുഷിച്ച ആശയങ്ങൾ, അവരുടെ ദുർവ്യാഖ്യാനങ്ങൾ മതമായി അവർ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. സഹോദരന്മാരെ, ഇത് ഇസ്ലാമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചല്ലോ, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി, അള്ളാഹുവിൽ നിന്നല്ലാതെ വന്ന ആശയങ്ങളാണെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് തകരാറുകൾ അതിൽ കാണും. അതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇത് അള്ളാഹു പഠിപ്പിച്ച ആശയങ്ങളല്ല, പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളല്ല, പൂർവീകർ നമുക്ക് നൽകിയിട്ടുള്ള ആശയങ്ങളല്ല. ഇവർക്ക് പ്രമാണങ്ങളെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല, പ്രമാണങ്ങൾ വായിക്കാൻ പോലും അറിയില്ല. ഖുർആനും സുന്നത്തും അവർ പഠിച്ചിട്ടില്ല.
കഴിയില്ല. നിങ്ങൾക്കറിയാമോ, ഞാൻ അവസാനിപ്പിക്കുന്നു, ഒരൊറ്റ ഭാഗവും കൂടി കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. മുജാഹിദുകൾ സുന്നികളുമായി ഒരു വാദപ്രതിവാദം നടത്തി. സുന്നികളെ പക്ഷത്ത് പണ്ഡിതന്മാരല്ല അണിനിരന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ ഒരു വാദപ്രതിവാദം. അതിലൊരു മരുന്ന് കച്ചവടക്കാരുണ്ട്, ഒരു റഫീഖ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്. അദ്ദേഹമാണ് വാദപ്രതിവാദത്തിന് സുന്നി പക്ഷത്തിൽ നിന്ന് അണിനിരന്നത്. ആ സംവാദത്തിൽ മുജാഹിദിന്റെ വലിയ മൗലവിയുണ്ട്, അവരുടെ ഹദീസ് പണ്ഡിതനായിട്ടുള്ള മൗലവിമാർ, അവരണിനിരന്നു. എന്നിട്ട് കിതാബിൽ ഇല്ലാത്തത്, ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ ഇല്ലാത്ത ഒരാശയം ഫത്ഹുൽ ബാരിയുടേതായി വായിച്ചപ്പോ ഈ സുന്നി പ്രവർത്തകൻ മരുന്ന് കച്ചവടക്കാരൻ അതിനെ ചോദ്യം ചെയ്തു. ആ കഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്ക് എത്രമാത്രം പ്രമാണങ്ങളെ കുറിച്ച് ബന്ധമുണ്ട്, പരിചയമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് അയാൾ വായിച്ചപ്പോ നമ്മുടെ സുന്നി പ്രവർത്തകൻ, അവൻ വാദപ്രതിവാദം ചെയ്ത് പരിചയമുള്ള ആളൊന്നുമല്ലല്ലോ, ഒരു മരുന്ന് കച്ചവടക്കാരനല്ലേ, അയാൾ ചെന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ രംഗം കൂടി നിങ്ങൾ കാണും. അയാൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഈ സംഭവം അലാ ഫർദി സിഹത്തി അദീസല്ല, ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട്, വഫാത്ത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഈ അസർ സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതൊരു പിന്നെ മൗലവിക്കാർ ഇവിടെ ഇവാർത്തിയാക്കി പച്ചക്കള്ളം പറഞ്ഞു പറഞ്ഞു നിങ്ങള്. അത് എവിടെ ഫത്ഹുൽ ബാരിയിൽ ഞങ്ങളെടുത്തുള്ളത് ഏതോ വഹാബ് ഷോട്ടിൽ എഴുതി കൊടുത്താൽ അവിടെ വരണ്ടേ ഇത്. അതുകൊണ്ട് ഇത് ഇസ്ലാമി ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം ഫത്ഹുൽ ബാരി കാണിച്ചു തന്നു. ഇവിടെ തീരുമാനമാക്കാൻ മതി അല്ല. ഇതിനകത്തുള്ള അസ്കലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ് കള്ളത്തിന് വായിച്ചിടങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫത്ഹുൽ ബാരി കുട്ടികളോടെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ ഒന്നാണ് മറ വായിച്ചേ അല്ല പറഞ്ഞത്. ഇത് ഫത്ഹുൽ ബാരി ഗുരുവാക്കില്ല, അത് പറയണ്ടേ. നിങ്ങൾ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞത് ഫത്ഹുൽ ബാരി മോഡൽ എന്ന് പറഞ്ഞത് കളം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഫത്ഹുൽ ബാരിന്റെ അടിയിൽ ഇതോ ഞാൻ പേരുണ്ട്, ഇതാരാ ഇമാമല്ലത്, ഇത് ഏതോ വഹാബി പറഞ്ഞ് അച്ചടിച്ചതാണിത്. ഈ പറഞ്ഞ കിതാബ് ഫത്ഹുൽ ബാരി പേരന്റെ അടിയിൽ എഴുതിയതാണ്. അതുകൊണ്ട് ഈ മോഡ പറഞ്ഞുകൊണ്ട് അത് സ്വന്തം പേജിനെ നടത്തുന്നു. ഇല്ല മോഡൽ ഞാൻ ചോദിക്കുന്നു, കേട്ടില്ല നിങ്ങൾ? അപ്പോ കള്ളത്തരം പറഞ്ഞപ്പോ ഒരു മരുന്ന് കച്ചവടക്കാരന്റെ മുമ്പിൽ പോലും വിജയിച്ചില്ല. അതിനെക്കുറിച്ച് സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. മുജാഹിദ് മൗലവിമാർ, അവരുടെ വലിയ ഹദീസ് പണ്ഡിതനായി അവർ പറയുന്ന അബ്ദുസലാം സുല്ലമി ഉൾപ്പെടെയുള്ള ആളുകൾ മരുന്നും കച്ചവടക്കാരന്റെ മുമ്പിൽ തോറ്റ കഥ സക്കരിയ സലാഹി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. അയാൾ പറയട്ടെ. മണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായൈക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പുരാക്കനും ഈ അബ്ദുസലാസിന്റെ കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റികളെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണോ? പറഞ്ഞത് നമ്മളൊക്കെ പള്ളിയിൽ നടക്കല്ലേ. അന്നപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരില്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നൊരു കേസറ്റില്ലേ, വൈദാ മസ്സൻ നാസു ലുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി, വൈദാ മസ്സൻ നാസു ലുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി, ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടോ നിങ്ങൾ? മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ ആയിരം മപ്പൂനും തിരികെ കുട്ടികൾ വിടൂലേ? അതാ പറഞ്ഞത്. കേട്ടില്ലെങ്കിൽ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ മുജാഹിദിന് പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. പൂർവീകരായ ഇമാമുകൾ, പൂർവീകരായ സലഫു സ്വാലിഹുകൾ പാരമ്പര്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള മഹിതമായ ആശയങ്ങൾ, സഹോദരന്മാരെ,
ആ ആശയത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം കത്തിവെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് പൂർവീകർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ, അവർ പഠിപ്പിച്ച വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അതേതുണ്ടോ അത് മാത്രമാണ് ദീൻ. അതല്ലാത്തതൊന്നും ദീനല്ല. മൗലവിമാർ ദുർവ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ അതൊരിക്കലും ദീനാവുകയില്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അതേ അവസരത്തിൽ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഏതുണ്ടോ, ഏതേത് ആശയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അത് വൈരുദ്ധ്യമാണ്, അത് മൗലവിമാരുടെ ദുർവ്യാഖ്യാനമാണ്. ഞാനിവിടെ പറഞ്ഞതുപോലുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നിരത്താൻ നമുക്ക് കഴിയും. ആ ഉദാഹരണങ്ങൾ ഏതേത് എടുത്തു പരിശോധിച്ചാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ മുജാഹിദ് മൗലവിമാർ നടത്തുന്ന ദുർവ്യാഖ്യാന കസർത്തുകൾ മാത്രമാണ്. പൂർവീകരുടെ പാരമ്പര്യമില്ല, പിന്തുണയില്ല, പ്രമാണങ്ങളുടെ പിൻബലമില്ല. മറിച്ച് മൗലവിമാർ പറയുന്ന ആ ദുർവ്യാഖ്യാനങ്ങൾ, അവർ നടത്തുന്ന കുൽസിത ശ്രമങ്ങൾ, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദാവട്ടെ, ആശയങ്ങളാവട്ടെ, തനി വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് അതിലാരും പെട്ടുപോകരുത്. മുബ്തദികളായി പോയിട്ടുള്ള ആളുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഹദീസ് നമുക്കറിയാം. ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, പുത്തൻ പ്രസ്ഥാനക്കാരനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കില്ല. എന്ത്? അവന്റെ സിയാമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കൂല. വലാ സകാത്ത്, സകാത്ത് സ്വീകരിക്കൂല. വലാ സലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. വലാ നുസുക്കൻ, അവന്റെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. വലാ സർഫൻ വലാ അദ്ലാ, അവന്റെ സുന്നത്തായ ഇബാദത്തുകളും ഫർളായ ഇബാദത്തുകളും മുബ്തദിയാണോ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം പോലെയുള്ള ബിദ്അത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്മാർ പുനർവിചിന്തനം ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അവർ നിസ്കരിക്കൂല, നോമ്പനുഷ്ഠിക്കൂല എന്നല്ല, അതൊക്കെ അവർ ചെയ്യും. പക്ഷേ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന് ആ ഇബാദത്ത് ആവശ്യമില്ല. അല്ലാഹു സ്വീകരിക്കണമോ? യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ച് ജീവിച്ച് പ്രവർത്തിക്കുമ്പോഴും അമൽ ചെയ്യുമ്പോഴും മാത്രമേ അല്ലാഹു അത് സ്വീകരിക്കുകയുള്ളൂ. ആ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നമ്മളെയൊക്കെ അല്ലാഹു അടിയുറപ്പിച്ച് നിർത്തി തരുമാറാവട്ടെ. ബിദ്അത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ വരെയുള്ള നമ്മുടെ സന്താന പരമ്പരകളെ അല്ലാഹു ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതിന്റെ ആശയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള മഹാഭാഗ്യം നമുക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭം ഇവിടെ ഘടിപ്പിച്ച സംഘാടകർ, അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതുമായി സഹകരിച്ചവർ, സഹായിച്ചവർ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മെയും അവരെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമേ എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.